ഹലോ, നമ്മുടെ വിഷു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങളുടെ വിഷു എങ്ങനെ പോയെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ പറഞ്ഞോ. കാലത്ത് ഒരു 4:30 മണി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എണിച്ചിട്ട് ഞങ്ങൾ വിഷുക്കണിയെല്ലാം കണ്ടു. 5 എണിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു കേട്ടോ. അതോ സമയം കണ്ട 4:30 ആയിട്ടല്ലോ. അപ്പോൾ വേഗമായിട്ട് ഞങ്ങൾ വിഷുക്കണിയെല്ലാം കണ്ടിട്ട് പിന്നെ പടക്കം പൊട്ടിക്കാൻ നോക്കിയിട്ടാണെങ്കിലും പൊട്ടിച്ചിട്ട് അതുമില്ല. പിന്നെ ഞാൻ കടന്നു ഉറങ്ങിട്ടോ. ഞാൻ ഉറങ്ങിയതേ ഒരു 2:30-3 മണി ഉണ്ടാവും കേട്ടോ. അപ്പം തന്നെ ഉറങ്ങി. അപ്പോൾ 4:30 എണിച്ച് ആവുമ്പോൾ എണിച്ചിട്ട് കണി കണ്ടിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിട്ടോ. പിന്നെ വേഗം എണിച്ചിട്ട് ആദ്യം എൻ്റെ കുളിയാണ് കേട്ടോ കളിഞ്ഞു. ഞാൻ കുളിയെല്ലാം കളിഞ്ഞിട്ട് പിന്നെ ഉണ്ണിനെയും വേഗം കുളിപ്പിച്ച് എടുത്തിട്ട് വന്നിട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി റെഡി ആയിട്ട് വിനീതേട്ടനക്ക് വിളിച്ചിരുന്നു. വിനീതേട്ടന് എങ്ങളുടെ ഡ്രസ്സൊക്കെ മാച്ചായിട്ട് ഷർട്ട് ഇട്ടിരുന്നു കേട്ടോ. കുറച്ച് മുന്നാണ് കേട്ടോ, ഇന്നലെയാണ് വിഷുക്ക് മുന്നത്തെ നാളാണ് എനിക്ക് ഈ ഡ്രസ്സ് കിട്ടി. വിനീതേട്ടൻ ഓർഡർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ വിനീതേട്ടൻ്റെ അടുത്ത് ഞാനും ഉണ്ണിയും കൂടിയിട്ട് സംസാരിച്ചിട്ട് ഉണ്ണിക്ക് കാശെല്ലാം കൊടുത്തിട്ടോ, വിഷു കഴിഞ്ഞിട്ടെല്ലാം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം സംസാരിച്ചിട്ടിരുന്നു. പിന്നെ അവിടെ പരിപാടി ഉണ്ട് കേട്ടോ ഷാപ്പിൽ. അപ്പോൾ വന്നിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് വിനീതേട്ടൻ പോയിട്ടോ. പിന്നെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. വിനീതേട്ടൻ അവിടേക്ക് പരിപാടിക്ക് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ശരി ബൈ ബൈന്ന് പറഞ്ഞിട്ട് ഞാനും ഇവിടുത്തെ വീട്ടിലിറക്കി എല്ലാവർക്കും കൈനീട്ടം ഞാനും ഉണ്ണിയും കൂടിയിട്ട് കൊടുത്തിട്ടോ. അഞ്ചുക്കും അമ്മയ്ക്കും കൂടിയിട്ട് എല്ലാവർക്കും കൊടുത്തു. പിന്നെ എല്ലാവരും തിരിച്ച് ഇവൻ്റെ കയ്യിലേയും കൊടുത്തിട്ടോ. അവിടേക്കും ഇവിടേക്കും മാറി മേടിക്കലും കൊടുക്കലും എല്ലാം കളഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് അച്ചാച്ചൻ വീട്ടിൽ കണ്ടിട്ട് പോയത്. കാലത്ത് ഏതും ചായ എല്ലാം കുടിച്ചിട്ടില്ല കേട്ടോ. സമയമില്ല, അതും ഇല്ലാതെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ 11 മണിയാകുമ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വിട്ടിട്ടോ. പിന്നെ അച്ചാച്ചനെ കാണാനും വന്നു. ആദ്യം കാലത്തെ 5 കൊല്ലം വന്ന് കൊടുത്തിട്ട് പോയിട്ടോ വെളിച്ചാവും മുന്നിൽ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരത് കുറച്ച് സമയമായി. അച്ചാച്ചനും കൊടുത്തിട്ടോ. ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് കേട്ടോ എല്ലാവർക്കും കൊടുത്ത്. അച്ചാച്ചൻ ഇങ്ങനെ പതുക്കെ മേടിച്ചിട്ടോ ആണ് അവൻ കയ്യിൽ കൊടുക്കുന്നില്ല കേട്ടോ. കയ്യിൽ വെച്ചിട്ട് അങ്ങനെ മേടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അച്ചാച്ചനും അച്ചമ്മയും കൂടിയിട്ട് ഉണ്ണിക്കും കഴിഞ്ഞിട്ടെല്ലാം കൊടുത്തിട്ടോ. ഉണ്ണി അവർക്ക് കൊടുക്കവും അവർ ഉണ്ണിക്ക് കൊടുക്കാനിരുന്നു. പിന്നെ അവർക്ക് നല്ല സന്തോഷമായിട്ടോ. അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനും അഞ്ചു കൂടിയിട്ട് നേരായിട്ട് ആര്യയുടെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. ആര്യയുടെ അവിടെയൊക്കെ ചുട്ടുമണീനെ കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് പോയതാണ്. ആര്യയുടെ അടുത്ത് പോയിടുമ്പോൾ നമ്മുടെ ഉണ്ണി ഒട്ടിട്ടോ. അവിടെ അവനക്കൊരു വാശി ഇരുന്നിട്ടോ. അതെന്തോ അറിയില്ല. എല്ലാവരുടെ അടുത്ത് പോകുമ്പോൾ പല കറയുണ്ട് കേട്ടോ. അവിടെ പോയിടുമ്പോൾ കിരണോ അവിടെ ഇരുന്നിട്ട് ഉണ്ണിനെ എടുത്ത് വെച്ചിട്ട് ഇരുന്നിട്ടോ. അങ്ങനെ അവരെല്ലാവരും കണ്ടിട്ട് പിന്നെ ഉണ്ണിനെ എടുക്കാൻ നോക്കിയിട്ടോ. അവരെല്ലാം കൈനീട്ടം കൊടുത്തത് വായിൽ വെച്ചിട്ട് അവൻ്റെ വാശിയാണ് കേട്ടോ. പിന്നെ അഞ്ചു ഉണ്ണിനെ വെച്ചിട്ട് ഇരുന്നു കുറച്ച് നേരം. പിന്നെ ഞാൻ ഇവൻ്റെ വാശിയില്ലേ, ഇവനെ പിടിച്ചിട്ട് ഞാൻ ഇവിടേക്ക് ഇരുന്നിട്ടിരുന്നുട്ടോ. പിന്നെ മേമ വന്നിട്ട് പൈസ കൊടുത്തു. എല്ലാവരുടെ അടുത്തു നിന്ന് കൈനീട്ടം മേടിച്ചിട്ട് പിന്നെ അവർ അങ്ങനെ ഇരുന്നിട്ട് വാശി പിടിച്ചിട്ടിരുന്നിട്ടോ. ഞാനും അഞ്ചു കൂട്ടിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ ഞാനും ഉണ്ണിനെ എടുത്തിട്ടോ മുകളിലേക്ക് അവന് കയറിയിട്ട് അവൻ റാവടി ചെയ്തിട്ടിരുന്നിട്ടോ. അവൻ ഉണ്ണിനെ പിടിച്ചെങ്കിലും പിച്ചിയോ മാന്തിയോ ചെയ്തെങ്കിൽ എനിക്ക് വയ്യട്ടോ. എനിക്ക് നല്ല പേടിയിരുന്നു അവനെ പക്കം കൊണ്ടുവിടാനായിട്ട്. പിന്നെ അവനെ എങ്ങനെയാണെങ്കിലും ഒരു വലിയായിട്ട് ഞാൻ സൈഡിൽ കൂടെ പിടിച്ചിട്ടിരുന്നിട്ടോ. അവൻ്റെ അടിയും മാന്തലും നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ ഞാൻ പേടിച്ചിട്ടേ ഇരുന്നു കേട്ടോ. ഇതും അവൻ്റെ മുകളിലേക്ക് ആക്കാതെ എടുക്കാൻ വേണ്ടിയിട്ട് ആണ്. നമ്മുടെ ഉണ്ണി ഇവിടേക്കും അവിടേക്കും എന്നെ കറങ്ങി വരുന്നുണ്ട് കേട്ടോ ഉണ്ണിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അവൻ എൻ്റെ മുകളിലേക്ക് വന്ന് കയറുന്നുണ്ട്. ഞാൻ ഉണ്ണിനെ പിടിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഇവനെയും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും പിടിച്ചിട്ട് അഞ്ചൂടത്തിന് പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നടന്നിട്ടോ. കുറച്ച് കളിഞ്ഞിട്ട് വിനീതേട്ടൻ വിളിച്ചിരുന്നു. അവിടുത്തെ പ്രോഗ്രാമെല്ലാം കളിഞ്ഞിട്ട് ഫുള്ളായിട്ട് കളിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ നടന്നിട്ട് ഇരിക്കുമ്പോഴാണിട്ട് വിളിച്ചു. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് വിളിക്കാണ് പറഞ്ഞിട്ട് വെച്ചിട്ടോ. ചുട്ടുമണീനെ കാണാൻ വിളിച്ചതാണ്. പിന്നെ അവൻ്റെ വാശി കണ്ട എങ്ങനെ റാവടി ചെയ്തിട്ടുണ്ടെന്ന് അഞ്ജലിയുടെ അവൾക്ക് പിടിക്കാനും കൂടെ പറ്റില്ല. അങ്ങനെ റാവടി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ചുട്ടുമണി നല്ലോണം ഉറക്കത്തിലാണ് കേട്ടോ. അവൻ ആര്യ ഫീഡിങ്ങെല്ലാം ചെയ്തിട്ട് ഉറക്കിയിരുന്നു കേട്ടോ. അവൻ നല്ല ഉറക്കത്തിലാണ്. പിന്നെ നമ്മളുടെ ഉണ്ണി അവിടേക്ക് പോയിടുമ്പോൾ കടക്കിൽ കയറിയിട്ട് അതും ഇതും പിടിച്ച് വലിക്കാനായിരുന്നു കേട്ടോ. പിന്നെ കിരണാണ് അവനെ പിടിച്ചിട്ട് വാശി പിടിച്ചിട്ടിരുന്നു. വാശിയാണെങ്കിൽ ഞങ്ങൾ എന്നിട്ട് WWE കളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായെടുത്തെടുത്ത് ഇരുത്തിട്ട് കളിച്ചിട്ടിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ നേരം പോയിട്ട് അവിടെ ഇരുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ നാനും അഞ്ചും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ടോ. പിന്നെ അഞ്ചുയുടെ കുഞ്ഞ വയസ്സ് ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തിട്ടിരുന്നു മേമയ്ക്ക്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങിട്ടോ. അവിടെ വീട്ടിലിരുന്ന് അമ്മയും ഫോൺ വിളിച്ചത്. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങാൻ പറഞ്ഞിട്ട് വന്നിട്ടോ. എന്തിനെ വിളിച്ചെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കാലത്തും ചായ ഇതും ചരിക്ക് കുടിച്ചിട്ടില്ല. പിന്നെ 11 മണിയാകുമ്പോൾ ഊണ് കളിക്കാനെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടിട്ട് അതന്നെയാണ് കേട്ടോ വിളിച്ചത്. എങ്ങൾക്കാകെ വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ആണ് ഭക്ഷണം ഉണ്ണാതെ.
പിന്നെ വ്യാരിയടുത്ത് എല്ലായിടത്തും പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിടുമ്പോൾ ഉണ്ണി നല്ല ഉറങ്ങിയിട്ടോ. പിന്നെ ഉണ്ണിനെ ഉറക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണം കളിക്കാനും വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. കുറേ ആയിരുന്നു കേട്ടോ. ഉപ്പിട്ടാനുകളും അച്ചാറുകളും പുഞ്ചമ്പുളിന്ന് പറഞ്ഞിട്ട് കുറേ സാധനമെല്ലാം ആയിരുന്നു കേട്ടോ. പായസം ഇത് വെച്ചിട്ടില്ല. പായസം അഞ്ചലിൻ്റെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടിരുന്നു കേട്ടോ. അതാണ് പായസം ഇത് ഞങ്ങൾ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ വെച്ചിട്ട് കളയണ്ടല്ലോ, അതിൻ്റെ കാരണമാണ്. എന്താ പാടില്ല കേട്ടോ, എനിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഷുഗറിൻ്റെ ക്രേവിങ്സ് ഏതെങ്കിലും മധുരം കളിക്കണമെന്ന് പറഞ്ഞിട്ട് അത് കുറേ ക്രേവിങ് ആയിട്ടുണ്ട് കേട്ടോ. ഏത് കണ്ടെങ്കിലും എനിക്ക് കളിക്കണം ഇതേ മധുരത്തിൻ്റെ ഉള്ളത് കളിക്കണമെന്ന് പറയുന്നത് പോലവേ ഉണ്ട്. അപ്പം എനിക്ക് പാലട എങ്കിൽ നല്ല ഇഷ്ടം കേട്ടോ. അത്ര ഇഷ്ടമുണ്ട് പാലട. ഞാനിവിടെ വന്നിട്ടാണ് കേട്ടോ എനിക്കതുണ്ട്. ഞങ്ങളുടെ അവിടെ എല്ലാം പാലട ഇതെല്ലാം ഇല്ല കേട്ടോ. ഇതൊക്കെ കണ്ട പയറുപ്പേരി, മോര് കൂട്ടാനും, സാമ്പാർ, അവിയൽ, ഇഞ്ചുംപുളി, അച്ചാർ, കുറേ സാധനങ്ങളായിരുന്നു കേട്ടോ. എല്ലാം കൂട്ടി കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കളിച്ചിട്ടിരിക്കുമ്പോൾ ഇതോ അമ്മയും അഞ്ചും ആദ്യം എണിച്ചിട്ടോ. അവർ എണിച്ചിടുമ്പോൾ അഞ്ചലിൻ്റെ അച്ഛനും കൂടി വന്നു കേട്ടോ. അപ്പോൾ അവർ എടുത്തിട്ട് ഞങ്ങൾ ചോറുണ്ണാൻ കൊടുത്തു. അഞ്ചലിൻ്റെ അച്ഛൻ ഉണ്ണിക്ക് ഡ്രസ്സെല്ലാം മേടിച്ചിട്ട് വന്നിരുന്നിട്ടോ പാവം. പിന്നെ അച്ഛൻ വന്നിടുമ്പോൾ ഭക്ഷണം ഞങ്ങൾ ഊണ് കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അച്ഛനും ഇരിക്കിന് പറഞ്ഞിട്ട് അച്ഛനെ ഇരുത്തിട്ടോ. ഇത് പാലടയാണ് കേട്ടോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ ഇരുത്തി ഞങ്ങൾ ഭക്ഷണം എല്ലാം ഇടാണ്ട് കേട്ടോ. 5 കളിച്ചിരുന്നില്ലേ, അപ്പോൾ 5 വിളമ്പി കൊടുത്തു. പാലട വന്നിടുമ്പോൾ എനിക്ക് പാലട വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പാലട വന്നിട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ചോറും കളിച്ചിരുന്നില്ലേ, അപ്പോൾ പാലട നല്ല കുടിച്ചു. അത് ഫുള്ളായിട്ട് ഞാനാട്ടോ കുടിച്ചു. അതിൽ നിന്ന് ഇവർ ഒരു ഗ്ലാസ് കേട്ടോ എടുത്തിട്ടുണ്ടാവും. ബാക്കിയുള്ളതെല്ലാം ഞാനാണ് കുടിച്ച്. പകുതിൻ്റെ മുകളിലേക്ക് ഞാൻ കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമുണ്ട്. അങ്ങനെയെങ്കിലും പാലട എല്ലാം കുടിച്ചിട്ട് പിന്നെ വീട്ടുപണിയെല്ലാം ഉണ്ടല്ലോ കേട്ടോ, അതെല്ലാം കുറച്ച് ഒതുക്കി വെച്ചു. അതെല്ലാം കളഞ്ഞിട്ട് അച്ഛനും എല്ലാവർക്കും കൈനീട്ടം കൊടുത്തിട്ടോ. പിന്നെ ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ, അത് അച്ഛനും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ആണെങ്കിൽ അവൻ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവൻ കയ്യിലുണ്ട്. അച്ഛന് കൊടുക്കുമ്പോൾ വേണ്ട അവനെ വെച്ചോട്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇത് മേടിച്ചിട്ടില്ല കേട്ടോ. ആണെങ്കിൽ അച്ഛൻ്റെ കയ്യിലിരുന്ന് ഇവൻ മേടിച്ചു. ആണെങ്കിൽ കൊടുക്കുന്നത് മാത്രം മടിയാ. പിന്നെ എല്ലായിടത്തും കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാം കളിച്ചിട്ട് ഇരുന്നിട്ടോ. പിന്നെ 5 വീട്ടിലേക്ക് പോകുന്നിട്ടോ. ആദ്യത്തെ വിഷുവല്ലേ, അപ്പോൾ വീട്ടിലേക്ക് പോകുന്നിട്ടോ. അതിൻ്റെ കാരണം ഇവിടെ പടക്കം പൊട്ടിച്ചിട്ട് പോകാനിട്ട് 5 കാലത്തൊന്നല്ല ഉച്ചയ്ക്കാണ് കേട്ടോ കമ്പിത്തിരിയെല്ലാം കത്തിച്ചിട്ട് പിന്നെ അച്ഛൻ കുറേ പൊട്ടര വെടിയെല്ലാം വെച്ചിട്ടോ. പിന്നെ അങ്ങനെ പടക്കെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് വെയിൽ പോയ പിന്നെ കേട്ടോ ഇറങ്ങാനിരുന്നോ. ഞാൻ ഏതും പടക്കം പൊട്ടിക്കാനോ പോയിട്ടില്ല. എൻ്റെ കയ്യിൽ ഉണ്ണി ഇരുന്നിട്ടോ. പടക്കെല്ലാം കുറേ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ണീനെ വെച്ചിരുന്നിട്ടോ. പിന്നെ എനിക്ക് പടക്കം പൊട്ടിക്കാനോ മൈൻഡും ഇല്ല. അതിൻ്റെ കാരണം ഞാൻ ഉണ്ണീനെ വെച്ചിട്ട് വീടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയുടെ വാശി തുടങ്ങിട്ടോ. അവൻ കറഞ്ഞിട്ടിരുന്നു. പിന്നെ ഇവർ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ശരി ഞാൻ ഉണ്ണിക്ക് ഫീഡ് ചെയ്തിട്ട് ഉറക്കാനോ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. അപ്പോൾ പിന്നെ അഞ്ചും അച്ഛനും കൂടിയിട്ട് ഇറങ്ങിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ വീട്ടിലേക്ക് വന്നിരുന്നു. അവിടെ ഇരുന്നിട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടോ. പിന്നെ അച്ഛൻ വന്നിടുമ്പോൾ അച്ഛനെ എടുത്തിട്ട് വീഡിയോ എടുത്തു. നല്ല മടിയാണ് കേട്ടോ ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെല്ലാം എതും നിൽക്കില്ല കേട്ടോ. ഞാൻ ചോദിച്ചത് കാരണമാണ് നിന്നത്. പിന്നെ ഞങ്ങളെല്ലാം ഇരുന്നിട്ട് പിന്നിലെ ചായ എല്ലാം കുടിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടിരുന്നിട്ടോ. അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ അടിച്ച് വാരാനാണ് നോക്കി. ചായ എല്ലാം കുടിച്ച് കളഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗമായിട്ട് അടിച്ച് വാറിട്ട് തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാലത്ത് തുടച്ചതാണ്. പിന്നെ ഞാൻ അടിച്ച് വാറൽ മാത്രം ചെയ്തിട്ടോ. അത് കളഞ്ഞിട്ട് ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഫോട്ടോഷൂട്ടെല്ലാം എടുത്തു. ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഞാനും അവനും കൂടിയിട്ട് കുറേ എടുത്തിട്ടോ. ഉണ്ണിയുടെ വീഡിയോസെല്ലാം ഇൻസ്റ്റാൾ ഇട്ടുണ്ട്. വീഡിയോസ് അല്ല കേട്ടോ, ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റാൾ ഇട്ടുണ്ട്. ഈ വിഷയം എങ്ങനെയെങ്കിലും ജാലിയായിട്ട് പോയതാണ് കേട്ടോ. ആണെങ്കിലും വിനീതേട്ട ഇല്ലാതെ ഒരു ഫീലിങ്സ് ഇരുന്നു വലുതായിട്ടേ ഇരുന്നു കേട്ടോ അത്. അപ്പം നിങ്ങളുടെ വിഷു എങ്ങനെ പോയിന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ സിമ്പിളായിട്ടാണ് കേട്ടോ വിഷു കൊണ്ടാടിയത്. നിങ്ങളെല്ലാം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലെ കാണാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ, ടാറ്റാ.